ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്ലാന്റ് പാത്തോളജിയുടെ രണ്ടാമത്തെ ക്ലാസ് ആണ് എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അവയുടെ പ്രിൻസിപ്പിളും സിംറ്റംസും സയന്റിസ്റ്റുമാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നത് ആ ഒരു പ്രോസസ് ആണ്, അതായത് പാത്തോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്, അവയുടെ സ്റ്റെപ്പുമാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പ്ലാന്റ് പാത്തോജൻ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അത് ഈ ഒരു ക്ലാസ്സിൽ മിഡിൽ ഒരു ടൈം ആകുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. എന്താണ് പാത്തോജെനിസിസ് എന്നുള്ളതിനൊരു ഡെഫിനേഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് ഇവന്റ്സ് അല്ലെ, അതായത് ഒരു പാത്തോജൻ ഹോസ്റ്റിലോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്തും എൻ്റർ ചെയ്തതിന് ശേഷം അസുഖം ഉണ്ടാക്കുന്നത് വരെയുള്ള ഒരു സീക്വൻസ് ഓഫ് ഇവന്റ്സിനെയാണ് പാത്തോജെനിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് ആ ഒരു മൈക്രോ ഓർഗാനിസം ഹോസ്റ്റിലോട്ട് കയറുന്നു, അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ഹോസ്റ്റിന്റെ ഡിഫൻസസിനെ ഇവേഡ് ചെയ്ത്, അതായത് എസ്കേപ്പ് ചെയ്തിട്ട് ഡിസീസ് ഉണ്ടാക്കുന്നതിനെയാണ് പാത്തോജെനിസിസ് എന്ന് പറയുന്നത്. സോ ഇത്രയും പ്രോസസ് അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ തന്നെ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒന്നും കൂടി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു പാത്തോജെനിസിന്റെ സ്റ്റെപ്പ് എന്തൊക്കെയാന്ന് നോക്കിയാൽ, ഒന്നാമത്തത് ഇനോക്കുലേഷൻ ആണ്. അതായത് ഒരു പാത്തോജൻ പ്ലാന്റിന്റെ കോണ്ടാക്റ്റിൽ വരിക. ഓക്കെ, ഇനോക്കുലേഷൻ എന്ന് പറയുമ്പോൾ പാത്തോജൻ കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ പ്ലാന്റ്. ആ ഒരു ഇനോക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ടേംസ് ഒക്കെ ഉണ്ട് കേട്ടോ, അത് അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ദെൻ സെക്കൻഡ് വൺ പെനിട്രേഷൻ ആണ്. അതായത് ആ ഒരു പാത്തോജൻ ഇനോക്കുലേഷൻ ചെയ്തതിനു ശേഷം പാത്തോജൻ പ്ലാന്റിലൂടെ എൻ്റർ ചെയ്യും, പ്ലാന്റിന്റെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്യും. അത് മൂന്ന് രീതിയിൽ മെയിൻ ആയിട്ട് എൻ്റർ ചെയ്യാം. നാച്ചുറൽ ഓപ്പണിംഗ് വഴിയോ വുണ്ട് വഴിയോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഒക്കെ എൻ്റർ ചെയ്യാം. അതാണ് രണ്ടാമത്തത്. ദെൻ മൂന്നാമത്തത് പാത്തോജൻ ആ ഒരു ഹോസ്റ്റിന്റെ ഉള്ളിൽ അഡാപ്റ്റ് ചെയ്ത് അവിടെ സർവൈവ് ചെയ്യുന്നതിനെയാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇൻഫെക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കൊളനൈസേഷൻ അല്ലെങ്കിൽ ഇൻവേഷൻ എന്ന് പറയും. പാത്തോജൻ ആ ഒരു പ്ലാന്റ് ടിഷ്യൂടെ ഉള്ളിൽ സ്പ്രെഡായി അവിടെ പാത്തോജൻ എസ്റ്റാബ്ലിഷ് ചെയ്തു, ഇൻവേഷൻ കൊളനൈസ് ചെയ്തു, മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. നെക്സ്റ്റ് ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ അല്ലെ, പാത്തോജൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു, പ്ലാന്റിന്റെ ആ ഒരു പാത്തോജന്റെ എണ്ണം കൂടും. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് ഇത്രയൊക്കെ സ്റ്റേജസ് ആണ് പാത്തോജെനിസിസിൽ പറയാനുള്ളത്. ലാസ്റ്റ് എക്സിറ്റ് ആണ്. അതായത് പാത്തോജൻ എന്ന് പറയുന്നത് പുതിയ പ്ലാന്റിലൂടെ അവയുടെ ലൈഫ് സൈക്കിൾ ഒക്കെ കഴിഞ്ഞ് ഡിസീസ് ഒക്കെ കോസ് ചെയ്തതിനു ശേഷം പുതിയൊരു പ്ലാന്റിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഹോസ്റ്റിന്റെ ചിലപ്പം ആ ഒരു പാത്തോജൻ എന്ത് ചെയ്യാം, അവിടെ നിന്ന് ഇല്ലാതായി പോകാം, അല്ലെങ്കിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസീസിന് ശേഷം മറ്റൊരു പ്ലാന്റിലോട്ടും കൂടി അത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് പാത്തോജെനിസിസിന്റെ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പ്. ഇനി ഓരോ സ്റ്റെപ്സും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പം അതിനു മുന്നേ ആദ്യം നിങ്ങൾ പഠിക്കേണ്ട രണ്ട് ടേംസ് ആണ് ഹോസ്റ്റ് ഫാക്ടറും പാത്തോജൻ ഫാക്ടറും. അപ്പൊ ഈ ഒരു ഹോസ്റ്റ് ഫാക്ടറും പാത്തോജൻ ഫാക്ടറിനെയും ബേസ് ചെയ്തിട്ടാണ് പാത്തോജെനിസിസ് നടക്കുന്നത്. അപ്പൊ എന്താണ് ഹോസ്റ്റ് ഫാക്ടർ എന്ന് നോക്കാം. ഹോസ്റ്റ് ഫാക്ടർ എന്ന് വെച്ചാൽ അതായത് നമ്മൾ ഏത് പ്ലാന്റിനെയാണോ പാത്തോജൻ ഇൻഫെക്ട് ചെയ്യുന്നത് ആ ഒരു പ്ലാന്റിനെയാണ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്റ്റ് എന്ന് പറയുന്നത് അതായത് അവയുടെ റെസിസ്റ്റൻസ്, ഇൻഫെക്ഷനെതിരെയുള്ള അവയുടെ റെസിസ്റ്റൻസോ അല്ലെങ്കിൽ സസെപ്റ്റിബിലിറ്റിയോ, സസെപ്റ്റിബിലിറ്റി എന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ വേഗം വരാനുള്ള ചാൻസ് കൂടുതലുള്ളതാണോ അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി ഉള്ളതാണോ, അതിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹോസ്റ്റ് ഫാക്ടറിലെ കീ പോയിന്റ് എന്ന് പറയുന്നത് ഒന്ന് ഏജ് ആണ്. ഓക്കെ, ഇൻഫന്റ് അതായത് പുതുതായിട്ട് ഉള്ള പ്ലാന്റിനും ഓൾഡർ ആയിട്ടുള്ള പ്ലാന്റിനും, ഇൻഫന്റ്സ് ആൻഡ് എൽഡർലി ആയിട്ടുള്ള പ്ലാന്റിന് ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും. അതാണ് ഒന്നാമത്തെ ഫാക്ടർ. രണ്ടാമത്തത് ജനറ്റിക് ഫാക്ടർ. ചിലതിന് നാച്ചുറൽ ആയിട്ട് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും, ചിലത് ഡിസീസ് പ്രോൺഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഡിസീസ് പിടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പിടിക്കുന്ന പ്ലാന്റ്സ് ആയിരിക്കും. അതാണ് സസെപ്റ്റിബിൾ അല്ലെങ്കിൽ റെസിസ്റ്റൻസ്, ജനറ്റിക് ഫാക്ടർ. നെക്സ്റ്റ് ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ആണ്. അതായത് സ്ട്രോങ് ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ കൂടുതലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ന്യൂട്രീഷൻ ആണ്. മാൾ ന്യൂട്രീഷൻ അതായത് ന്യൂട്രീഷൻ കുറവാണെങ്കിൽ റെസിസ്റ്റൻസും കുറവായിരിക്കും. പിന്നെയുള്ളത് ഫിസിക്കൽ ബാരിയേഴ്സ് ആണ്. അതായത് ക്യൂട്ടിക്കിള്, സ്കിന്നി എന്നൊക്കെ പറയുന്നത് ക്യൂട്ടിക്കിള്, മ്യൂക്കോസ പ്രിവെന്റ്സ് എൻട്രി. അത് നമ്മൾ മ്യൂക്കോസ അല്ലെങ്കിൽ മ്യൂക്കസ് ലെയേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലാന്റിന്റെ കേസിൽ അങ്ങനെ പറയാൻ പറ്റില്ല, നമ്മൾ ക്യൂട്ടിക്കിളൊക്കെയാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് pH, ടെമ്പറേച്ചർ ഒക്കെ മൈക്രോബ്സിന്റെ ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫാക്ടറും ഹോസ്റ്റിലുള്ള pH ഉം ടെമ്പറേച്ചറും മൈക്രോബ്സിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ദെൻ അണ്ടർലൈങ് ഓൾറെഡി ഒരു ഡിസീസിലുള്ള പ്ലാന്റ് ആണെങ്കിൽ റിസ്കിന്റെ ചാൻസസ് കൂടുതലായിരിക്കും. ദെൻ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് ഒരു ഹോസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. കോമൺ ആയിട്ടാണ്, പ്ലാന്റിന്റെ കേസിലല്ല, ഏത് ഓർഗാനിസത്തിനും ആനിമൽസിനും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹോസ്റ്റ് ആൻഡ് പാത്തജൻ ഫാക്ടർ ആണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്
പാത്തജൻ ഫാക്ടർ നോക്കാം. അതായത് പാത്തജൻ എന്ന് പറയുന്നത് ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെയാണ് നമ്മൾ പാത്തജൻ എന്ന് പറയുന്നത്. അപ്പൊ ആ മൈക്രോ ഓർഗാനിസത്തിന് ഡിസീസ് കോസ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടീനെയാണ് പാത്തജൻ ഫാക്ടർ എന്ന് പറയുന്നത്. അതിലേക്ക് ഈ പോയിന്റ് എന്ന് വെച്ചാൽ ഇൻഫെക്ടിവിറ്റി ആണ് ഒന്നാമത്തത്. അതായത് ഹോസ്റ്റിന്റെ ഉള്ളിൽ എൻ്റർ ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള എബിലിറ്റി. രണ്ടാമത്തത് പാത്തോജെനിസിറ്റി ആണ്. അത് എൻ്റർ ചെയ്താൽ ഡിസീസ് കോസ് ചെയ്യാനുള്ള എബിലിറ്റി ആണ് പാത്തോജെനിസിറ്റി. ദെൻ വിറുലൻസി എന്ന് പറയുന്നത് ഡിസീസിന്റെ സിവിയോറിറ്റി, അതായത് നല്ല രീതിയിൽ ഡിസീസ് ഉണ്ടാക്കാനുള്ള കഴിവിനെയാണ് വിറുലൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇനോക്കുലം സൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസീസ് കോസ് ചെയ്യണമെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് പാത്തജൻ ആണ് ആ ഒരു ഓർഗാനിസത്തിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യേണ്ടത്. നമ്പർ ഓഫ് ഓർഗാനിസം എൻറ്ററിങ് ആണ് ഇനോക്കുലം സൈസ്. ഓക്കെ, ഇനോക്കുലം പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ആ നമ്പർ ഓഫ് ഓർഗാനിസം എത്ര നമ്പർ ഓഫ് പാത്തജൻ വേണം, ആ ഓരോ പാത്തജന്റെയും വിറുലൻസ് എബിലിറ്റി എത്രയാണ്, സർവൈവൽ എബിലിറ്റി എത്രയാണ് എന്നത് ബേസ് ചെയ്തിട്ടാണ് ഇനോക്കുലം പൊട്ടൻഷ്യൽ പറയുന്നത്. നെക്സ്റ്റ് ടോക്സിൻസ് ആണ്. അതായത് പാത്തജൻ എൻ്റർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ അവിടെയുള്ള ബാരിയേഴ്സ് ബ്രേക്ക് ചെയ്യണമല്ലോ. ആ ബാരിയേഴ്സ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് എക്സോടോക്സിൻസ് ആൻഡ് എൻഡോടോക്സിൻസ് എന്ന് പറയുന്നത്. ചില കേസിൽ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇൻവേഷനുള്ളിലോട്ട് കൊളനൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിനാണ് ഹെലിയോറോണിഡേസ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ആണ്. ദെൻ ഇവേഷൻ എന്ന് പറയുന്നത് ആന്റിജനിക് വേരിയേഷൻ അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ ഫോർമേഷൻ ഒക്കെ നടക്കുന്നതിനാണ് ഇവേഷൻ എന്ന് പറയുന്നത്. ദെൻ ഗ്രോത്ത് റേറ്റ് ഫാസ്റ്റർ ആയിട്ട് ഗ്രോത്ത് ചെയ്യുകയാണെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കും. ഇതാണ് ഹോസ്റ്റ് ആൻഡ് പാത്തജൻ ഫാക്ടർ എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റെപ്പിലോട്ട് പോകാം. ഒന്നാമത്തത് സ്റ്റേജസ് ഓഫ് പാത്തോജെനിസിസ് ആണ്. ഓക്കെ, സ്റ്റേജസ് ഓഫ് പാത്തോജെനിസിസിൽ ഒന്നാമത്തത് ഇനോക്കുലേഷൻ ആണ്. അപ്പൊ ഇനോക്കുലേഷൻ എന്ന് പറയുന്നതിന് മുന്നേ ഈ ഒരു ടേം നോക്കുക. ഇനോക്കുലം എന്ന് പറയുന്നത് പാത്തോജൻ ആണ്, ഇൻഫെക്ട് ചെയ്യുന്ന ഏജന്റിനെയാണ് ഇനോക്കുലം എന്ന് പറയുന്നത്. ഇനോക്കുലം ഡെൻസിറ്റി എന്ന് പറയുന്നത് എത്ര എമൗണ്ട്, ആ ഒരു സൈസ് ആണ്, എത്ര എമൗണ്ട് ഇനോക്കുലം പ്രസന്റ് ആണ്. ഇനോക്കുലം പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഡിസീസ് കോസ് ചെയ്യാനുള്ള ഒരു ഇനോക്കുലത്തിന്റെ എബിലിറ്റി. ഓക്കെ, ഇനി എന്താണ് ഇനോക്കുലേഷൻ? പ്ലാന്റ് പാത്തോളജിയിൽ ഇനോക്കുലേഷൻ എന്ന് പറയുന്നത് ഇൻഫെക്ഷന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണെന്ന് പറഞ്ഞല്ലോ. ഒരു ഫസ്റ്റ് സ്റ്റേജിൽ പാത്തോജൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റിന്റെ കോണ്ടാക്റ്റിൽ വരുന്നത് വരെയുള്ള ആ ഒരു സ്റ്റേജിനാണ് ഇനോക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു പ്ലാന്റിന്റെ കോണ്ടാക്റ്റിൽ ഏതൊക്കെ രീതിയിൽ വരാം? എയർ, വാട്ടർ വഴി, ഇൻസെക്ട് വഴി, സോയില്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഗാർഡനിങ്ങിന് യൂസ് ചെയ്യുന്ന ടൂൾസ് വഴിയൊക്കെ പാത്തജൻസ് പ്ലാന്റിന്റെ കോണ്ടാക്റ്റിൽ വരാം. അങ്ങനെ കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ അവ എന്ത് ചെയ്യാം? ലീവ്സിൽ, ഇപ്പൊ ഫംഗസ് ഒക്കെ ആണെങ്കിൽ സ്പോർ വഴിയാണല്ലോ റീജനറേഷൻ നടക്കുന്നത്. അപ്പൊ ആ സ്പോർസ് ഒക്കെ ലീവ്സിലോ സ്റ്റെമ്മിലോ റൂട്ടിലോ ഫ്ലവേഴ്സിലോ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു സമയത്ത് ഇനോക്കുലേഷൻ നടക്കുന്ന സമയത്ത് എൻട്രി ചെയ്തിട്ടുള്ള, അതായത് കോണ്ടാക്റ്റിൽ മാത്രമേ ഉള്ളൂ, ഹോസ്റ്റിന്റെ ഉള്ളിലോട്ട് ഒരിക്കലും കടന്നിട്ടില്ല. അപ്പം സക്സസ്ഫുൾ ആയിട്ടുള്ള പെനിട്രേഷന് മുന്നേ ഉള്ള ഒരു ഇൻഫെക്ഷൻ ബിഗിൻ ചെയ്യുന്നതാണ് ഇനോക്കുലേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഇനോക്കുലേഷൻ സ്റ്റേജിൽ ബാക്ടീരിയയുടെ ഇനോക്കുലേഷൻ, മെയിൻ ആയിട്ട് ബാക്ടീരിയ ഇനോക്കുലേഷൻ നടത്തുന്നത് നാച്ചുറൽ ഓപ്പണിംഗ് വഴിയാണ്. സാധാരണ സ്റ്റൊമാറ്റ, ഹൈഡത്തോഡ്സ്, ലെൻറ്റിസെൽസ് ഒക്കെ പോലെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഓപ്പണിംഗ് വഴിയോ അല്ലെങ്കിൽ വൂണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വഴിയാണ് ബാക്ടീരിയാസ് ഒക്കെ ഇൻഫെക്ട് ചെയ്യുന്നത്. ബാക്ടീരിയ സ്പ്രെഡ് ചെയ്യുന്നത് യൂഷ്വലി വാട്ടർ ആണ്. വാട്ടർ, റെയിൻ സ്പ്ലാഷ്, ഇൻസെക്ട്സ്, ദെൻ ടൂൾസ് ഒക്കെ വഴിയാണ് മെയിൻ ആയിട്ട് ബാക്ടീരിയ ഇനോക്കുലേഷൻ നടക്കുന്നത്. ദെൻ യൂഷ്വലി അവ മോസ്റ്റ് കണ്ടീഷൻ ആണ്. സക്സസ്ഫുൾ ആയിട്ടുള്ള ഇനോക്കുലേഷൻ ബാക്ടീരിയക്ക് മോസ്റ്റ് കണ്ടീഷനും ആവശ്യമാണ്. രണ്ടാമത്തത് ഫംഗസ് ആണ്. ആ ഫംഗസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ നിങ്ങൾ അപ്രോസോറിയം ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന, ഹോസ്റ്റോറിയം ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ഇമേജസ് പഠിച്ചിട്ടുണ്ടാവും, മൈക്കോളജിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാകും. ആ ഒരു പ്രോസസ്സ് തന്നെയാണ് ഇവിടെ ഞാൻ ഷോർട്ട് ആയിട്ട് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ കേട്ടോ. ഇനോക്കുലേഷൻ മെയിൻ ആയിട്ട് സ്പോർ ആണ് അല്ലെ. സ്പോറ് പ്ലാന്റിന്റെ സർഫേസിൽ വരികയാണ്. അപ്പൊ സ്പോർ മെയിൻ ആയിട്ട് എയർ, വാട്ടർ, സോയിൽസ്, സീഡ് ഒക്കെ വഴി സ്പ്രെഡ് ചെയ്യാം. അപ്പൊ ആ ഒരു പ്ലാന്റിന്റെ സർഫേസിലൂടെ എൻസൈംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് സെല്ലിന്റെ സെൽ വോൾ ഒക്കെ ഡീകേ ചെയ്ത് ഉള്ളിലോട്ട് എൻട്രി ചെയ്ത് അപ്രോസോറിയം ഫോം ചെയ്യുന്നതും ജേം ട്യൂബ് ഫോം ചെയ്യുന്നതും ഒക്കെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഫംഗസിന്റെ കേസിൽ പഠിക്കാനുള്ളത്. ദെൻ വൈറസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വൈറസിന് ഡയറക്റ്റ് ആയിട്ട് പ്ലാന്റിന്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല. കാരണം അവ ഇനാക്റ്റീവ് ആണ് അല്ലെ. അവ ഒരു ലിവിങ് ഓർഗാനിസത്തിൽ
കയറിയാൽ മാത്രമേ അവ ആക്റ്റീവ് ആവുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് ഒരു വെക്റ്റർ വഴിയാണ് അഫിഡ്സ്, വൈറ്റ് ഫ്ലൈസ്, ലീഫ് ഹോപ്പേഴ്സ് പോലെയുള്ള വെക്ടേഴ്സ് വഴിയാണ് വൈറസ് മെയിൻലി ഉള്ളിലോട്ട് കയറുന്നത്. ദെൻ മെക്കാനിക്കൽ ഇഞ്ചുറീസ് വഴിയും കയറാം. ഓക്കെ, അല്ലെങ്കിൽ സീഡ്സ്, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സീഡ്സ് വഴിയും അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് മെറ്റീരിയൽസിലൂടെയും വൈറസ് ഉള്ളിലോട്ട് കയറാം. അപ്പൊ ഈ ഒരു പ്രോസസ്സാണ് ഇനോക്കുലേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രോസസ് ആണ് പെനിട്രേഷൻ. ഈ പെനിട്രേഷൻ എന്ന് പറയുന്നത് ഇനോക്കുലേഷൻ നടന്നതിന് ശേഷം പ്ലാന്റിന്റെ ടിഷ്യൂസിലോട്ട്, ഇന്റേണൽ ടിഷ്യൂസിലോട്ട് പാത്തജൻ എൻറ്റർ ചെയ്യുന്ന പ്രോസസ് ആണ്. ഓക്കെ, ഒന്നാമത്തത് എന്താണ്? ആഫ്റ്റർ ഇനോക്കുലേഷൻ, ഇനോക്കുലേഷന് ശേഷം നടക്കുന്ന പ്രോസസ് ആണ്. പാത്തജൻ എന്ത് ചെയ്യും? പ്ലാന്റിന്റെ എക്സ്റ്റേണൽ ബാരിയേഴ്സ് ഉണ്ടാവില്ല, സർഫേസിലുള്ള ക്യൂട്ടിക്കിള്, എപ്പിഡെർമിസ്, സെൽ വോള്, അതൊക്കെ ഭേദിച്ചിട്ട് പാത്തജൻ ഉള്ളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ഉള്ളിലോട്ട് എന്താ പെനിട്രേറ്റ് ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ ക്രോസ് ചെയ്യുന്ന പ്രോസസ് ആണ് പെനിട്രേഷൻ. അപ്പം ഈ ഒരു പ്രോസസ്സിലൂടെയാണ് ഹോസ്റ്റിലോട്ടുള്ള അല്ലെങ്കിൽ ഡിസീസ് ക്രോസ് ചെയ്യാനുള്ള ആക്ച്വൽ ആയിട്ടുള്ള എൻട്രി നടക്കുന്നത്. ഓക്കെ, ഈ ഒരു പ്രോസസ്സിന് എൻസൈംസും പ്രഷറും വെക്ടേഴ്സും ഒക്കെ ആവശ്യമാണ്. അപ്പൊ പെനിട്രേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഒരു പെനിട്രേഷന്റെ കുറച്ച് മെത്തേഡ്സ്. ഒന്നാമത് ആക്റ്റീവ് എൻട്രി ആണ്. ഓക്കെ, ആക്റ്റീവ് എൻട്രി എന്ന് പറയുമ്പോൾ പാത്തോജൻ, ബാക്ടീരിയ ഒക്കെ ആക്റ്റീവ് എൻട്രി വഴിയാണ് മെയിൻ ആയിട്ട് കടക്കുന്നത്. അതായത് പാത്തോജൻ ഡയറക്റ്റ് ആയിട്ട് ഇറ്റ്സെൽഫ് ഉള്ളിലോട്ട് കയറും. അതിന് അവർ ചില എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ക്യൂട്ടിനേസ്, സെല്ലുലോയിസ് ഒക്കെ പോലെയുള്ള എൻസൈംസും മെക്കാനിക്കൽ പ്രഷറും ഒക്കെ വഴിയാണ് ഉള്ളിലോട്ട് കയറുന്നത്. ഇപ്പൊ ഫംഗസ് ആണെങ്കിൽ റസ്റ്റ് പോലെയുള്ള ഫംഗസ് ഒക്കെ ലീഫിന്റെ സർഫേസ് പെനിട്രേറ്റ് ചെയ്തിട്ടാണ് ഉള്ളിലോട്ട് കയറുന്നത്. ഓക്കെ, നാച്ചുറൽ ഓപ്പണിംഗ് അതാണ് കേട്ടോ ആക്ച്വലി ബാക്ടീരിയ കൂടുതലായിട്ടും കാണുന്നത്. നാച്ചുറൽ ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ സ്റ്റൊമാറ്റ, ലെൻഡിസെൽസ്, ഹൈഡത്തോട് പോലെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഓപ്പണിംഗിലൂടെ കയറും. അപ്പൊ സ്റ്റൊമാറ്റ വഴി കയറുന്ന ഒരു ബാക്ടീരിയ ആണ് സാന്തോമോണാസ്. ദെൻ എർവീനിയ എന്ന് പറയുന്നത് ഹൈഡത്തോട് വഴിയാണ് യൂഷ്വലി എൻറ്റർ ചെയ്യാറ്. ദെൻ പാസീവ് എൻട്രി എന്ന് പറയുന്നത് വൂണ്ട് വഴി, ഇൻജേർഡ് ആയിട്ടുള്ള പ്ലാന്റ് പാർട്ടിലൂടെ അല്ലെങ്കിൽ ഇൻസെക്ട്, വിൻഡ് അങ്ങനെയുള്ള ടൂൾസ് ഒക്കെ വഴി പ്ലാന്റിന്റെ പാർട്ടുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഈ ഒരു വൂണ്ട് വഴി മെയിൻ ആയിട്ട് വൈറസസ് ആണ്, TMB പോലെയുള്ള വൈറസസ് ഒക്കെയാണ് വൂണ്ട് വഴി എൻറ്റർ ചെയ്യുന്നത്. കൂടാതെ ബാക്ടീരിയയും എൻറ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് പെനിട്രേഷൻ അല്ലെങ്കിൽ സെല്ലിന്റെ സെൽ വോൾ ഒക്കെ ലൈസ് ചെയ്ത് ഉള്ളിലോട്ട് കയറുന്നതാണ് ഡയറക്റ്റ് പെനിട്രേഷൻ. കൂടുതലായിട്ട് ഫംഗസ് ആണ്. നാച്ചുറൽ പെനിട്രേഷൻ ബാക്ടീരിയ ആണ്. വൂണ്ട് വഴി വൈറസ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തത് ഇൻഫെക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ പെനിട്രേഷൻ നടന്നു കഴിഞ്ഞാലുള്ള സ്റ്റെപ്പാണ് ഇൻഫെക്ഷന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്. അപ്പൊ അതിനെ കുറിച്ച് സീരീസ് ഓഫ് സ്റ്റെപ്പ് ഉണ്ട്. ഇത് ഡീറ്റെയിൽഡ് ആണ് ഈ ഒരു പ്രോസസ് ഒക്കെ. ഒന്നാമത്തത് റെക്കഗ്നിഷൻ ആൻഡ് അഡ്ഹഷൻ ആണ്. അതായത് ഒരു പാത്തോജൻ വന്നു ഹോസ്റ്റിന്റെ സർഫേസിലോട്ട് എത്തിക്കഴിഞ്ഞാല് ഹോസ്റ്റ് സർഫേസ് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഹോസ്റ്റില് ചില സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പാത്തോജൻ റെക്കഗ്നൈസസ് ഹോസ്റ്റ് സർഫേസ് സിഗ്നൽസ്, ക്യൂട്ടിൻ, മോണോമേഴ്സ്, ഷുഗേഴ്സ്, അതായത് പല രീതിയിൽ നടക്കും. പാത്തോജൻ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാല് ഹോസ്റ്റിന്റെ മെക്കാനിസത്തിനെ ബേസ് ചെയ്തിട്ട് പാത്തോജൻസ് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മെക്കാനിസം ഇവിടെ ഉണ്ട് എന്നൊക്കെ പാത്തോജൻ റെക്കഗ്നൈസ് ചെയ്യും. അങ്ങനെ പാത്തോജൻ പ്ലാന്റിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അതിനെതിരായിട്ട് ഹോസ്റ്റിലും ഒരു റെക്കഗ്നീഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഹോസ്റ്റ് പാത്തോജനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് പാമ്പ് മീഡിയേറ്റഡ് ആണ്. അതായത് പാത്തോജൻ അസോസിയേറ്റഡ് മോളിക്യുലാർ പാറ്റേൺ ആണ്. ഈ ഒരു പാമ്പ് എന്ന് പറയുന്നത് പാത്തോജനിൽ കാണുന്ന ഒരു റീജിയൻ ആണ്, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻസ് ആണ്. അവ മീഡിയേറ്റ് ചെയ്തിട്ടാണ് ഹോസ്റ്റ് പാത്തോജനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഹോസ്റ്റ് പാത്തോജനെ റെക്കഗ്നൈസ് ചെയ്താൽ അത് ഹോസ്റ്റിന്റെ അകത്ത് അല്ലെങ്കിൽ റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ പാം ട്രിഗേർഡ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യും. ആ ഒരു ഇമ്മ്യൂണിറ്റി വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ ആക്ച്വലി ഇൻഫെക്ഷൻ എസ്റ്റാബ്ലിഷ് ആകുള്ളൂ. പക്ഷെ സസെപ്റ്റബിൾ ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ പാം ട്രിഗേർഡ് ഇമ്മ്യൂണിറ്റി അവിടെ ഡെവലപ്പ് ആകില്ല. ഓക്കെ, അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ന്യൂട്രീഷണൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. അതായത് പാത്തോജൻ ഉള്ളിലോട്ട് കയറി ആ ഒരു PTI കടന്നിട്ട് ബാരിയർ മറികടന്നിട്ട് പാത്തോജൻ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാല് പാത്തോജൻ അവിടെ ഡിഫറെന്റ് സ്ട്രാറ്റജീസ് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ബയോട്രോപ്സ്. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത് റെസ്റ്റും പൗഡറി മൈൽഡും ഒക്കെയാണ്. അതായത് പാത്തോജൻ ന്യൂട്രീഷന് വേണ്ടിയിട്ട് ഹോസ്റ്റോറിയ ഫോം ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഫംഗസിലൊക്കെയാണ് ഫീഡിങ് സ്ട്രക്ചർ ആയിട്ടുള്ള
ഹോസ്റ്റോറിയ ഫോം ചെയ്യുന്നുണ്ട്. അത് ബയോട്രോപ്സിന് എക്സാമ്പിൾ ആണ്, ന്യൂട്രീഷനുമായിട്ട് റിലാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ബയോട്രോപ്സ് എന്ന് പറയുമ്പോൾ കീപ്സ് ആ ഒരു ഹോസ്റ്റ് സെല്ലിൽ നിന്നാണ് അവരുടെ ന്യൂട്രീഷൻ ആണ് വലിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഹോസ്റ്റ് സെല്ല് ലൈവ് ആയിട്ട് തന്നെയായിരിക്കും ഉണ്ടായിരിക്കാം. രണ്ടാമത്തെ ഫോം ആണ് നെക്ടോട്രോപ്സി എന്ന് പറയുന്നത്. ആൾട്ടർനേരിയ, ബോട്രിറ്റിസിലൊക്കെയാണ് എക്സാമ്പിൾ. ഈ ഒരു നെക്ടോട്രോപ്സി എന്ന് പറയുമ്പോൾ ഹോസ്റ്റ് സെല്ലിനെ കില്ല് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ഇവിടെ എലൈവ് ആണ്, ബയോ എന്ന് പറയുമ്പോൾ എലൈവ് ആണ്. നെക്രോട്രോപ്സി എന്ന് പറയുമ്പോൾ ടോക്സിൻസ് യൂസ് ചെയ്തിട്ട് കില്ല് ചെയ്തിട്ട് ആ ഒരു ഹോസ്റ്റ് സെല്ലിനെയാണ്, ഡെഡ് ആയിട്ടുള്ള ഹോസ്റ്റ് സെല്ലിനെയാണ് ഫീഡ് ചെയ്യുന്നത്. ഓക്കെ, മൂന്നാമത്തത് ഹെമി ബയോട്രോപ്സ് ആണ്. അതായത് ഫൈറ്റോപ്തെറ ഇൻഫെസ്റ്റൻസ് ആണ്. അതിൽ രണ്ടും ഉണ്ട്. ഇനീഷ്യലി ബയോട്രോപിക് ആണ്, പക്ഷെ ലേറ്റർ അത് നെക്ടോട്രോഫിക് ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ പ്രോസസ്സ്. മൂന്നാമത്തത് കൊളോണൈസേഷൻ ആണ്. കൊളോണൈസേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ബാക്ടീരിയ നല്ല രീതിയിൽ മൾട്ടിപ്ലിക്കേഷൻ നടത്തും. ഹൈഫ ആണെങ്കിൽ ഹൈഫയുടെ ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ നടക്കുക. അവ ഇന്റർസെല്ലുലാർ സ്പേസസിലൂടെ മൂവ് ചെയ്യുന്നു, വാസ്കുലാർ ടിഷ്യൂസിൽ എത്തുന്നു, ന്യൂട്രീഷൻ വലിച്ചെടുത്ത് നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ കൊളനൈസ് ചെയ്യുന്നു. ഇതാണ് ആ ഒരു ഇൻഫെക്ഷൻ പ്രോസസ്സ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു PTI പാമ്പ് ആ ഒരു ഇന്ററാക്ഷൻ, അതിനാണ് ആക്ച്വലി ഈ ഒരു പാമ്പ് മീഡിയേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സ് നടക്കുന്നുണ്ടല്ലോ, അതിനാണ് ആക്ച്വലി പ്ലാന്റ് പാത്തജൻ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇൻഫെക്ഷന്റെ എസ്റ്റാബ്ലിഷ്മെന്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ പാമ്പ് മീഡിയേറ്റഡ് ആയിട്ടുള്ള ഇവന്റ് ആണ്, പാത്തജൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത്. നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കുക. ഒരു നമ്മളിപ്പം ജസ്റ്റ് ഒരു വരക്കാണെങ്കിൽ ഇപ്പം ഇതാണ് ഒരു സെല്ല്, ഹോസ്റ്റിന്റെ സെല്ലാണെന്ന് വിചാരിക്കുക. ആ ഒരു ഹോസ്റ്റിന്റെ സെല്ലിലോട്ട് ഒരു പാത്തജൻ ഇവിടെ വന്നു. പാത്തജൻ ഇവിടെ സർഫേസിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പാത്തജന്റെ ഉള്ളിലാണ് പാമ്പ് എന്ന് പറയുന്ന റീജിയൻ ഉള്ളത്. പാത്തജന്റെ ഉള്ളിലാണ് പാമ്പ് എന്ന് പറയുന്ന റീജിയൻ ഉള്ളത്. ആ ഒരു പാമ്പ് എന്ന് പറയുന്ന റീജിയനെ ആര് റെക്കഗ്നൈസ് ചെയ്യും? ഈ ഒരു പ്ലാന്റിന്റെ സർഫേസിലുള്ള ചില റിസപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ആ ഒരു റിസപ്റ്റേഴ്സ് പാമ്പിനെ എന്ത് ചെയ്യാണ്? റെക്കഗ്നൈസ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്താൽ ഈ ഒരു പ്ലാന്റിന്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഒരു ഡിഫൻസ് മെക്കാനിസം, പാമ്പ് മീഡിയേറ്റഡ് ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം ട്രിഗർ ചെയ്യും. അതാണ് PTIനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു എന്ന് പറഞ്ഞത്. എന്നിട്ട് എന്ത് ചെയ്യും? പാത്തജന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് പ്രിവെന്റ് ചെയ്യും. സോ പാത്തജൻ ഈ ഒരു PTI ഓവർകം ചെയ്താൽ മാത്രമേ അവിടെ ഇൻഫെക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ ഒരു പേര് ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല. അതായത് പാത്തജനിലാണല്ലോ പാമ്പ് ഉണ്ടായിരിക്കുക. ആ ഒരു പാമ്പിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പ്ലാന്റിൽ ഒരു സെൻസർ ആവശ്യമാണ്. ഒരു സെൻസറിന് നമ്മൾ അല്ലെങ്കിൽ ഒരു റിസപ്റ്റേഴ്സ് ആവശ്യമാണ്. അതിനെ PRR എന്നാണ് പറയുക. ഒരു ടേമും കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ, PRR. അപ്പൊ PRR ന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പാറ്റേൺ റെക്കഗ്നിഷൻ റിസപ്റ്റേഴ്സ് ആണ്. PRR എന്ന് പറയുന്നത് പാറ്റേൺ റെക്കഗ്നിഷൻ റിസപ്റ്റേഴ്സ് ആണ്. അതാണ് പാമ്പിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. പ്രോസസ്സ് നോക്കാം. പാത്തജൻ എന്ത് ചെയ്യാണ്? പ്ലാന്റിന്റെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ പാത്തജൻ എന്ത് റിലീസ് ചെയ്യും? പാമ്പ് റിലീസ് ചെയ്യാണ്. ആ ഒരു പാമ്പിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ബാക്ടീരിയയിലൊക്കെ ആണെങ്കിൽ ഫ്ലജല്ലിൻ ആണ്. ബാക്ടീരിയയുടെ ഫ്ലജല്ലയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ആണ് ഫ്ലജല്ലിൻ. ദെൻ ചില ഫംഗസിൽ സെൽ വോളിന്റെ ഒരു കമ്പോണന്റ് ആയിട്ടുള്ളതാണ് കൈറ്റിൻ. ദെൻ LPS, ബീറ്റ ഗ്ലൂക്കാൻ എന്ന് പറയുന്നത് ബാക്ടീരിയയിലും ഫംഗസിലും പ്രസന്റ് ആയിട്ടുള്ളതാണ്. ഇവയാണ് പാമ്പ് എന്ന് പറയുന്നതിനെ കുറിച്ച് എക്സാമ്പിൾ. ഈ പാമ്പൊക്കെ ഇവിടെ പാത്തജൻ വന്നു കഴിഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ചെയ്യും. ദെൻ ഈ ഒരു പ്ലാന്റ് എന്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്? പ്ലാന്റ് എന്ത് ചെയ്യുന്നുണ്ട്? PRR വഴി, ഓക്കെ, ഒരു PRR വഴി പ്ലാന്റ് എന്ത് ചെയ്യും? ഈ മോളിക്യൂൾസിനെ ഡിറ്റക്ട് ചെയ്യും. അങ്ങനെ PRRന് എക്സാമ്പിൾ ആണ്. അതായത് ഫ്ലജല്ലിൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ FLS2 എന്ന് പറയുന്ന പ്രോട്ടീനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൈറ്റിൻ ആണ് എന്ന് മനസ്സിലാക്കാൻ CERK1 എന്ന് പറയുന്ന പ്രോട്ടീന് പ്ലാന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റിൽ എന്ത് ഡെവലപ്പ് ആവും? PTI ട്രിഗർ ആവും. അതായത് പാമ്പ് ട്രിഗേർഡ് ഇമ്മ്യൂണിറ്റി ആക്റ്റീവ് ആകുന്നു. ആ ഒരു PTI ട്രിഗർ ആയി കഴിഞ്ഞാൽ ആക്ച്വലി എന്താ സംഭവിക്കുക? PTI എന്ത് ചെയ്യും? എസ്റ്റാബ്ലിഷ്മെന്റ് ബ്ലോക്ക് ചെയ്യും. ഓക്കെ, അതിന് രണ്ട് രീതിയിലുള്ള പ്രോസസ്സ് ബ്ലോക്കേജ് നടക്കുന്നുണ്ട്. ആക്ച്വലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് എന്ന് വിചാരിക്കുക. പാമ്പ് റെക്കഗ്നൈസ് ചെയ്താൽ PTI ആക്ടിവേറ്റ് ആയല്ലോ. അപ്പോൾ അവിടെ ആദ്യം ഏർലി ഡിഫൻസ് ആണ് ഉണ്ടാകുക. ഏർലി ഡിഫൻസ് എന്ന് വെച്ചാൽ അതായത് റെക്കഗ്നൈസ് ചെയ്ത് സെക്കൻഡിനുള്ളിൽ നടക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്. അതിൽ ഒന്നാമത്തത് കാൽസ്യം ഇൻഫ്ലക്സ്
കോംപ്ലക്സ് ആണ്. അതായത് ഇൻഫെക്ഷൻ നടന്ന ആ ഒരു റീജിയനിലോട്ട് കാൽസ്യം അയോൺസ് ഇങ്ങനെ ഫ്ലഡ് ചെയ്ത് വരും. ഒരു അലാറം കൊടുക്കാൻ വേണ്ടി, ഒരു അലാം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തത് ROS ബേസ്റ്റ് ആണ്. അതായത് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ്, ടോക്സിക് ആയിട്ടുള്ള ഓക്സിജൻ മോളിക്യൂൾസ്, ഹൈഡ്രജൻ പെറോക്സൈഡ്സ് ഒക്കെ ഉണ്ടാവില്ല, അങ്ങനെയുള്ള റിയാക്റ്റീവ് ഓക്സിജൻ മോളിക്യൂൾസിനെ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അവ പാത്തോജനെ ഡയറക്ട്ലി അറ്റാക്ക് ചെയ്യും. ഓക്കെ, അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് MAPK ആക്ടിവേഷൻ ആണ്. അതൊരു സിഗ്നലിംഗ് പാത്വേ ആണ് ട്ടോ. അതായത് നല്ല രീതിയിലുള്ള ഡിഫൻസ് മെക്കാനിസത്തിലോട്ട് നയിക്കുന്ന, ഒരു സിഗ്നൽ കൊടുക്കുന്ന മൈറ്റോജൻ ആക്ടിവേറ്റഡ് പ്രോട്ടീൻ കൈനേസസ് മീഡിയേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവേഷൻ ആണ് MAPK. ഓക്കെ, അതാണ് ഏർലി ഡിഫൻസ്. ദെൻ അതിനുശേഷം നല്ല രീതിയിലുള്ള ഡിഫൻസ് എന്ന് പറയുന്നത് ഈ ഒരു സിഗ്നൽ ആണ് ഈ ഒരു ഡിഫൻസ് മെക്കാനിസത്തിലോട്ട് നയിക്കുന്നത്. അതിന് ഡിഫൻസ് മെക്കാനിസത്തിൽ ഒന്ന് കാലസ് ഡെപ്പോസിഷൻ ആണ്. അതായത് പ്ലാന്റിന്റെ എൻട്രി ഫെർദർ കുറക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റ് ക്വിക്ക് ആയിട്ട് സെൽ വോള് റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സെൽ വോൾ ഉണ്ടാക്കുമ്പോൾ കാലസ്, ടഫ് ആയിട്ടുള്ള ഷുഗർ ഉണ്ടായിരിക്കും. അതാണ് കാലസ് അറ്റാക്ക് വേററായിട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സെൽ വോൾ സ്ട്രെങ്തനിങ് ചെയ്യുക. രണ്ടാമത് സ്റ്റൊമാറ്റ ക്ലോഷർ ആണ്, എൻട്രി ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നെക്സ്റ്റ് ഉള്ളത് PR പ്രോട്ടീന്റെ പ്രൊഡക്ഷൻ ആണ്. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആന്റി മൈക്രോബിയൽ ആയിട്ടുള്ള പ്രോട്ടീൻസും കെമിക്കൽസ്, ഫൈറ്റോ അലക്സിൻസ് പോലെയുള്ള കെമിക്കൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇതിന്റെ റിസൾട്ട് എന്താണ്? പാത്തജന്റെ ഗ്രോത്ത് റെസ്ട്രിക്ട് ചെയ്യുന്നു, അവിടെ കൊളനൈസേഷൻ പ്രിവെന്റ് ചെയ്യുന്നു. ഓക്കെ, ആക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാന്റിന്റെ കേസിലാണ് ഈ ഒരു കാര്യങ്ങൾ. ഇനി ആക്റ്റീവ് അല്ലാത്ത കേസിലാണെങ്കിൽ, സസെപ്റ്റബിൾ ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ PTIനെ മറികടന്നിട്ട് പാത്തജൻ ഉള്ളിലേക്ക് എത്തി. അതായത് പാത്തജൻ സക്സസ്ഫുള്ളി എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിന് എന്ത് ചെയ്യണം? ബൈപ്പാസ് ചെയ്യണം. പാമ്പ് മീഡിയേറ്റഡ് ഡിഫൻസിനെ ബൈപ്പാസ് ചെയ്യണം. അങ്ങനെ ബൈപ്പാസ് ചെയ്യണമെങ്കിൽ ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കുന്ന ആ ഒരു പ്രോസസ്സാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇഫക്റ്റർ സെക്രീഷൻ, അതായത് ഇഫക്റ്റർ മീഡിയേറ്റഡ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻഫെക്ഷൻ ആണ്. അതായത് പാത്തജൻ എന്ത് ചെയ്യും? ചില എഫക്റ്റേഴ്സ് ഹോസ്റ്റ് സെല്ലിലോട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഒരു എഫക്റ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ അത് PTIനെ സപ്രസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടെ ഉണ്ടാകുന്നത് ഇഫക്റ്റർ ട്രിഗേർഡ് സസെപ്റ്റിബിലിറ്റി ആണ് ഉണ്ടാകുന്നത്. ഇഫക്റ്റർ ട്രിഗേർഡ് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുമ്പോൾ പ്ലാന്റ് ഇഫക്റ്ററിന് സസെപ്റ്റിബിൾ ആണ്, പാത്തജൻസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ ഒരു PTIയുടെ സപ്രഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം നടക്കുന്നത് PRR എന്ന് പറയുന്ന റിസപ്റ്റർ ഉണ്ടാവുമല്ലോ, ആ ഒരു റിസപ്റ്റർ കോംപ്ലക്സ് FLS2BAK1 ആണ് ഈ ഒരു PRRന്റെ എക്സാമ്പിൾ. അതിനെ ബ്ലോക്ക് ചെയ്യുന്നു, ഈ ഒരു ഇഫക്റ്റർ അതിനെ ബ്ലോക്ക് ചെയ്യുന്നു. പിന്നെ ഉള്ളത് ROS, അത് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിനെ സപ്രസ് ചെയ്യുന്നു. ഓക്കെ, അവയുടെ ആക്ടിവിറ്റി സപ്രസ് ചെയ്യുന്നു. പിന്നെ ഉള്ളത് MAPK കസ്കേഡ് ഉണ്ടല്ലോ, ആ ഒരു സിഗ്നലിംഗ് പാത്വേ സ്റ്റോപ്പ് ചെയ്യിക്കുന്നു. അപ്പൊ അവിടെ ഹോസ്റ്റിൽ ഡിഫൻസ് മെക്കാനിസം നടക്കില്ല. ഡിഫൻസ് മെക്കാനിസം നടക്കാതിരിക്കുമ്പോൾ ഹോസ്റ്റ് ജീനിന്റെ എക്സ്പ്രഷൻ അവിടെ ആൾട്ടർ ചെയ്യുകയും ചെയ്യും. ജീൻ ആക്ടിവേഷനിൽ ഡിഫൻസ് പ്രിവെന്റ് ചെയ്തിട്ട് അവിടെ ആ ഒരു ഡിഫൻസ് മെക്കാനിസം നടക്കില്ല. അപ്പോൾ പാത്തജൻ നല്ല രീതിയിൽ അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയി ഡിസീസ് കോസ് ചെയ്യുന്നു. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പാത്തോജെൻസിന്റെ സ്റ്റെപ്പ്. ദെൻ അതിന്റെ അടുത്ത ക്ലാസ് ആയിട്ട് ഓരോ പ്ലാന്റ് സ്പീഷീസും അവയുടെ അസുഖങ്ങളും അവയുടെ സിംറ്റംസും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒരു ക്ലാസ്സിലും കൂടി എടുത്തിട്ട് ഈ ഒരു മൊഡ്യൂൾ തീർക്കുന്നതായിരിക്കും. സോ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക.